ഇപ്പം നിലമ്പൂരിൽ ഇപ്പം നമ്മളിപ്പോൾ കാനോലീസ് പ്ലോട്ടിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭംഗി കണ്ടിട്ടാണല്ലോ ആളുകൾ വരുന്നത്. പക്ഷെ ആ ഭംഗി ഇല്ലാണ്ടാവുന്ന രീതിയിലോട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ആണ് അവിടെ വരുന്നുണ്ടെങ്കിൽ ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അവിടെ ആളുകൾ വരാണ്ടാവും പിന്നീട്. അപ്പം എന്താണോ അങ്ങോട്ട് ഇനീഷ്യലി ആളുകൾ അട്രാക്ട് ചെയ്തത് അത് തന്നെ അതിൻ്റെ ഡിസ്ട്രക്ഷനൂടെ കാരണമാവുന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ഡെവലപ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിലമ്പൂരിന് എപ്പോഴും ഈ ഒരു എലമെന്റ് നമ്മൾ എനിക്ക് തോന്നുന്നൊരു സസ്റ്റൈനബിലിറ്റി എന്നുള്ള സസ്റ്റൈനബിലിറ്റിയാണ് ഏറ്റവും കീ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും ഫണ്ടിങ് അവൈലബിൾ ആയിട്ടുള്ള സാധനം രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് ജെൻഡറാണ്, മറ്റൊന്ന് ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിനാണ്. ഞാൻ അതിലോട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ജെൻഡർ എന്ന് പറയുന്ന സാധനം, ജെൻഡർ ആംഗിളിൽ ഒരു റോഡ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റും. ജെൻഡർ ആംഗിളിലായിരിക്കണം അവരുടെ എല്ലാ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുനിസിപ്പാലിറ്റി കുറെ സ്ത്രീകളുണ്ട് നമുക്ക്, പക്ഷെ അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു ജെൻഡർ സെൻസിറ്റീവ്, ജെൻഡർ സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. ഇപ്പം നമ്മളിപ്പോ പറയും റിലയൻസ് കാട് ഉണ്ടാക്കുന്നു, മൃഗങ്ങളെ അതിന്റെ ഉള്ളിൽ അത് വലിയൊരു ഫോറസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അത് അവരുടെ പാഷൻ കൊണ്ട് ചെയ്യുന്നൊന്നുമല്ല, അത് അവര് ഓഫ്സെറ്റ് ചെയ്യുന്നതാണ്, കാർബൺ ഓഫ്സെറ്റ് ചെയ്യുന്നതാണ്. നിലമ്പൂരിനെ നമ്മൾ ഈ കാർബൺ ഓഫ്സെറ്റിങ്ങിനുള്ള ഒരു വേദിയാക്കി മാറ്റി കൊടുക്കും. എന്നാൽ തന്നെ നിലമ്പൂരിലേക്ക് ധാരാളം ഫണ്ട് വരും. ഈ പറയുന്ന കമ്പനികളുടെ എല്ലാം CSR നമുക്ക് വാങ്ങിച്ചെടുത്തിട്ട് ഇവിടെ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ചെയ്യാൻ പറ്റും.